பூங்காற்று உன் பேர் சொல்ல கேட்டேனே இன்று நீரூற்று என் தோள் கொஞ்ச பார்த்தேனே இன்று. സാധാരണക്കാരന്റെ കല. എന്താ മ്യൂസിക് സാധാരണക്കാർക്ക് പറ്റൂലേ? എവിടെങ്കിലും ബി എ മിമിക്രി കേട്ടിട്ടുണ്ടോ മോള്? ഇവിടെ ആരും ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ഡിബേറ്റ്. മോളെ വിട്ടുകൊടുക്കരുത്. പാട്ടിനെ കുറിച്ച് കിട്ടണ കഴിവല്ല. അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ് സൻരാജിന്റെ വഴിയിലേക്ക് സ്വരലയെ എത്തിച്ചു. മിമിക്രി ഓക്കെ, പാട്ട് പാടുന്നേ മിമിക്രി ഓക്കെയാണ്. അങ്ങനെയല്ലല്ലോ ഏട്ടാ. ഒരാശ വെച്ച് ഞാനിവിടെ സൂപ്പർ ഫാമിലിയുടെ ഫിനാലയിലേക്ക് കടക്കാൻ പോകുന്ന ടീമിന്റെ പേര് ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വാക്ക് പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ വാക്കുകൾ കൊണ്ട് പരസ്പരം തോൽപ്പിക്കാനായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഡിബേറ്റ് റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ ടീം രാജാസും മ്യൂസിക് സ്റ്റാർസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഏത് ലെവലിലായിരിക്കും ഡിബേറ്റ് എന്നുള്ളതൊക്കെ നോക്കാം. രാജാസ് ആരാണ് വരാൻ പോകുന്നത്? അച്ഛൻ ഡിബേറ്റ് ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പക്ഷെ സംസാരപ്രിയനായതുകൊണ്ട് സംസാരിച്ച് തോൽപ്പിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ? സംസാരിച്ച് ഒപ്പെത്താൻ പറ്റുന്നുള്ള വിശ്വാസം. തോൽപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കണ്ടറിയണം. മ്യൂസിക് സ്റ്റാർസിൽ ആരാണ് വരുന്നത്? മോനാണോ വരുന്നത്? മൈക്ക് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. മൈ സിസ്റ്റർ. അപ്പൊ മൈ സിസ്റ്റർ ആണ് വരാൻ പോകുന്നത് അല്ലേ? യെസ്. സിസ്റ്റർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ബികോം. കോളേജിലൊക്കെ ഡിബേറ്റ് ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ശീലം ഉണ്ടാവോ? ഒട്ടുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ സംസാരിക്കാന്നല്ലാണ്ട് ഡിബേറ്റ് ഒന്നും ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം മോളെ, ഇവിടുന്ന് തുടങ്ങാം. അതും സൺരാജിന്റെ കൂടെ. അതെ, ഓക്കെ. അപ്പൊ നമ്മുടെ ടീം മെമ്പേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഡിബേറ്റിനുള്ള വിഷയം മിയയാണ് തരാൻ പോകുന്നത്. എന്താണ് മിയ അപ്പൊ ഇവരുടെ വിഷയം? ഇവിടെ ഇതുവരെ ഇങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു. മിമിക്രി ഓർ മ്യൂസിക്. ഓക്കെ, മിമിക്രി ആണോ മ്യൂസിക് ആണോ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ അതായത് തർക്കിച്ച് ജയിക്കേണ്ടത്. ആരാണ് മിമിക്രി, ആരാണ് മ്യൂസിക്? മ്യൂസിക്. മ്യൂസിക് സ്വാഭാവികം. മ്യൂസിക് സ്റ്റാർസ്. മിമിക്രി. ശരി, അപ്പൊ മിമിക്രിയെ കുറിച്ചിട്ടും ആ കലയെ കുറിച്ചിട്ട് വാതോരാതെ സംസാരിക്കാൻ സൻരാജിന് അവസരം, പാട്ടിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ സ്വരലേക്കും ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. മിമിക്രി പറയുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാരുടെ അഭിപ്രായത്തില് സാധാരണക്കാരന്റെ കല. മിമിക്രിയെ ഞാൻ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. കാരണം ഇതിന് മ്യൂസിക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ മ്യൂസിക് സാധാരണക്കാർക്ക് പറ്റൂലേ? എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. മ്യൂസിക് സാധാരണക്കാർക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയല്ല. മ്യൂസിക് ഈ ട്രെയിൻ ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞത്. മ്യൂസിക് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലാസ്സിന് പോണത് പഠിക്കണ്ടേ? വേണ്ടല്ലോ. പിന്നെ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുണ്ടല്ലോ. ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകൊണ്ട് നമ്മൾ ഒരു പെർഫെക്ഷൻ എന്നുള്ള ലെവലിലേക്ക് എത്താറില്ല. എങ്ങനെ പ്രാക്ടീസിലൂടെ കിട്ടുമല്ലോ. അതിന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജന്മസിദ്ധമായ കഴിവ് മാത്രമല്ല, അതിന്റെ സംഗതികൾ സാധനങ്ങളൊക്കെ അറിയണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിമിക്രി എന്ന് പറയണ്ടേ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് മിമിക്രിയും അതേ രീതിയിൽ പഠിച്ചു വരണ്ടേ? എവിടെങ്കിലും ഏതെങ്കിലും കോളേജിൽ മിമിക്രി പഠിപ്പിക്കുന്ന കോഴ്സ് മോള് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പഠിപ്പിക്കണ്ടല്ലോ. മിമിക്രി പഠിപ്പിക്കണ്ടോ? അല്ലെങ്കിൽ മിമിക്രി ടിവിയിൽ കാണിക്കുമ്പം അത് തന്നെ വീണ്ടും വീണ്ടും കാണുക. അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. മ്യൂസിക് ആയിക്കോട്ടെ, മ്യൂസിക് ആണെങ്കിലും അങ്ങനെയാണ് എല്ലാവരും പഠിക്കുന്നത്. ഈ ബി എ മ്യൂസിക് അങ്ങനെ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതല്ലേ കോളേജിൽ പഠിപ്പിക്കേണ്ട സാധനം. എവിടെങ്കിലും ബി എ മിമിക്രി കേട്ടിട്ടുണ്ടോ മോള്? ഇല്ല. അപ്പൊ അതെന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് മിമിക്രി സാധാരണക്കാരന്റെ കലാറ്. പൈസ ചെലവില്ല. ഇതിപ്പോ നിങ്ങൾക്ക് അതിലൊരു കഴിവ് വേണം. കഴിവുള്ളവർക്കേ പറ്റുള്ളൂ. കഴിവില്ലാത്തവർക്ക് പറ്റുമോ മിമിക്രി? അത് രണ്ടും കോമൺ ആണ്. ഞാൻ ഇത് പെർഫെക്ഷൻ എന്നുള്ള ലെവലിലേക്ക് എത്തിക്കണ കാര്യം എന്ന് പറഞ്ഞത് ട്രെയിൻ ചെയ്യണം, പൈസ മുടക്കണം, അതാണ് പരിപാടി. ഇതിന് പൈസ മുടക്കില്ല, വേറെ ക്ലാസ് പഠിപ്പിക്കുന്ന കാര്യമില്ല. പൈസ മുടക്കാണ്ട് എത്ര പേര് ഇപ്പം അല്ലേ ചേച്ചി? ചേച്ചി രണ്ടുപേരും പറയും ജന്മസിദ്ധമായിട്ട് കിട്ടണ കഴിവല്ലേ? അതെത്ര പേര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിമിക്രി ചെയ്യുന്നില്ല എന്നല്ല, മിമിക്രിയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മള് പാട്ടും ചെയ്യുന്നുണ്ടല്ലോ. സമ്മതിച്ചു. പിന്നെ വേറെ കാര്യം പറയാം. എന്തെങ്കിലും ഒരു വരും. ഇപ്പൊ വെറുതെ നിൽക്കാറോ ഒരു കല്യാണ പേരയിൽ പോവാണ്.
ഒരു പാട്ടുകാരോട് ഒരു പാട്ട് പാടുമ്പോ അത് ഞാൻ മഞ്ഞ് വെച്ചാക്കി കാറ്റേ വരുന്നുള്ളൂ സംഭവം അങ്ങനെ മിമിക്രിക്കാരനോട് വെച്ചിട്ട് ഒരു സൗണ്ട് എടുത്തറിയും ആദ്യമായി അജി വർഗീസ് അല്ലെങ്കിൽ വിനായകൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തുടങ്ങും. പ്രാക്ടീസ് ആയതുകൊണ്ടല്ല, ഇത് ഈ സാധാരണക്കാരന്റെ കല എന്ന് പറയുന്ന സംഭവമാണ്. നമുക്ക് ഏത് നട്ടപ്പായിരിക്കും എവിടെ ചെന്നാലും ഉറക്കത്ത് നീച്ചോട് ചോദിക്കാം എന്നെ വർഗീസ് സൗണ്ട് എടുത്താ അപ്പൊ നീ പക പൊക്കിയാണല്ലേ ഓൻ തുടങ്ങും. നീ ഉറങ്ങി നീക്കുന്ന ഒരാളോട് മറ്റേ കീർത്തനം എന്ന് ചൊല്ലി പറയുമ്പോ അയ്യോ അങ്ങനെ നടക്കൂല. ഉറങ്ങി കിടക്കണോ നീ കീർത്തനം പാടുവോ? പറ്റുന്നു പറയുന്നുള്ളൂ. തെളിവായിട്ട് തെളിവൊന്നുമില്ല. ഇനി വേറെ കാര്യം പറഞ്ഞാ, ഇപ്പം എല്ലാ മിമിക്രിക്കാരും ഒരുവിധം നല്ല പാട്ടുകാരാ. മണിച്ചേട്ടൻ പാട്ടുമുണ്ട് മിമിക്രി. നിൽക്കട്ടെ, മണിച്ചേട്ടൻ അവിടെ നിൽക്കട്ടെ. അയാൾ ഒരു എന്താ പറയുക മൾട്ടി ടാലന്റഡ് ആക്ടറാണ്. എല്ലാ മിമിക്രിക്കാരും അത്യാവശ്യം പാടും. അതായത് ഒരു ആവറേജിന്റെ മേലെ എബോ ആവറേജിൽ പാടും. എല്ലാ പാട്ടുകാരും ആവറേജിന്റെ മേലെ പോയിട്ട് ആവറേജിന്റെ താഴെ മിമിക്രി ചെയ്യും. ചെയ്യോ ഇല്ലേ മോളെ ഇത് പറയും, മോള് ഇത് പറയും ചെയ്യോ ഇല്ലേ? അങ്ങനെയല്ലാതെ കൺഫ്യൂഷനിലെത്തണ്ടേ? ഞാൻ ഈ പറഞ്ഞ സംഭവം ഗണ്ണിക്കണം. മോള് പറയൂ പറ്റുമോ ഇല്ല, പറ്റുമോ ഇല്ലയോ? കഴിവുണ്ടാവണമെന്നില്ലല്ലോ, അതെല്ലാരും പറയണില്ലേ എനിക്ക് ഇന്നേ കഴിവ് വേണം. ഇല്ല, അതുകൊണ്ടാ പറഞ്ഞ ഞാൻ പറയണില്ല. ഒരു 90% മിമിക്രിക്കാരും ആവറേജിന് മേലെ പാട്ട് പറഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ 90% പറഞ്ഞത്. അത് നമുക്ക് ആ 10% എടുക്കാം. പക്ഷെ ഈ പറയുന്ന എല്ലാ പാട്ടുകാരും ആവറേജിന് മേലെ മിമിക്രി ചെയ്യൂല. മ്യൂസിക്കിനെ കുറിച്ച് പറ, അത് പറ. ഞാൻ പറയുന്നതിനെ പറ്റി ഇങ്ങനെ തർക്കിക്കില്ല. മ്യൂസിക്കിനെ പറ്റി മോക്ക് എന്ത് പറയാൻ പറ്റുമോ? മിമിക്രി ഓക്കെയാണ്. പിന്നെങ്ങനെ എത്ര പാടുന്നവരുണ്ട്? ഒരുപാട് ആൾക്കാരുണ്ട്. കുറെ ആൾക്കാരുണ്ടല്ലോ. അതും കഴിവ് തന്നെയല്ലേ? അത് ഓർക്ക് എല്ലാവർക്കും പോയിട്ട് പറയുന്ന പോലെ മിമിക്രി ചെയ്ത് വിജയിക്കാനൊന്നും പറ്റൂലല്ലോ. മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല, കഴിവുള്ള ആൾക്കാരാണ് പറഞ്ഞിട്ടില്ല മിമിക്രി ചെയ്ത് മോശക്കാരാണെന്ന്. തല്ല് കിട്ടുന്നുണ്ട്. കിട്ടണ കഴിവല്ല. അതാണ് ഞാൻ പറഞ്ഞത്, മിമിക്രി സാധാരണക്കാരന്റെ കലയാണെന്ന് പറഞ്ഞില്ലേ. മ്യൂസിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിയുന്ന പരിപാടിയല്ല. അതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? ജന്മസിദ്ധമായിട്ട് ആ കഴിവ് കിട്ടണം, ട്രെയിൻ ചെയ്യണം, പഠിക്കണം. മിമിക്രിയും കൊണ്ട് വരുന്ന ആൾക്കാരല്ലല്ലോ ഇവരൊന്നും. ഇതിപ്പം നമ്മള് രണ്ടാളിപ്പോ ഒരു വിഷയത്തിന് സപ്പോർട്ട് ചെയ്യണ മാതിരി അല്ലേ? സംഭവങ്ങൾ കേട്ടില്ല. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും പറ്റൂല. അതന്നെയാണ് മോളെ ഞാനും പറയുന്നത്, മ്യൂസിക് എല്ലാവർക്കും കഴിയൂല. പിന്നെ മ്യൂസിക് വേറെ തന്നെയാണ്. കുറ്റം പറഞ്ഞില്ല, മ്യൂസിക് മോശമാണ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അതിനൊക്കെ അതിന്റേതായ നിയമസംഹിത, അതൊരു ചിട്ട കാര്യങ്ങളുണ്ട്. മിമിക്രിക്ക് അങ്ങനെ ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത് സാധാരണക്കാരന്റെ കലയാണെന്നുള്ളത്. എന്തും ചെയ്യ, എവിടെയും ചെയ്യ, എങ്ങനെയും ചെയ്യ, ആർക്കും ചെയ്യാം. എന്റെ പൊന്നു മോളെ, മോളിപ്പോ ഒരു കാര്യം ചെയ്യും. രണ്ടക്ഷരം അല്ല, കേട്ടില്ലേ? ഒന്ന് പറഞ്ഞേ. അങ്ങനെ അല്ലാതെ കുറച്ച് നീട്ടി എന്ന് പറഞ്ഞേ. ഒന്നുകൂടി. ആശല്ലേ? ഓക്കെ അല്ലേ? മോൾ ഇങ്ങനെ നിന്നേ, ഇവിടെ പിടിക്ക്. ഏട്ടാ കാണിക്കുന്ന മാതിരി ചെയ്യും. ഇവിടെ പിടിച്ചില്ലേ? ഇതുകൊണ്ട് ഈ ടോപ്പിന്റെ ഈ അടിഭാഗം ഒന്ന് പിടിച്ച് നിക്ക്, പറഞ്ഞു തരാ. പിടിച്ചില്ലേ? ഇങ്ങനെ നിന്ന് കുറച്ചൊന്ന് മുന്നിക്ക് വളഞ്ഞു നിന്നേ. മോള് വളഞ്ഞു നിക്ക് പ്ലീസ്. നിന്നില്ലേ? ഈ തല നാട്ടിയേ. എന്താ ഇതിപ്പോ എന്താ? ജസ്റ്റ് തല നാട്ടു. ഒന്ന് പിടിച്ചിരുന്നില്ലേ? ഈ തല നാട്ടി. എങ്ങനെ നാട്ടി? നീ നേരത്തെ പറഞ്ഞേ എന്താ നസീറാണത് സംഭവമൊക്കെ. ഇനി മോള് ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇതേപോലെ എന്നെ കൊണ്ടൊരു ഒരു കീർത്തനം ചൊല്ലിക്കും. കീർത്തനം സരിഗമ പദനിസ അതൊക്കെ അറിയാവോ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അതെങ്ങനെ അറിയാം? ഇതിപ്പോ മിമിക്രീനെ പറ്റി ഒന്നും അറിയാത്ത ഈ മോള് ഇപ്പൊ നസീറിനെ ചെയ്തു. ഞാനത് പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ പെർഫെക്റ്റ് ആവും? പെർഫെക്റ്റ് ആയിട്ട് ഒരു കലയില്ല, ഒരു കലാകാരന് പെർഫെക്റ്റ് ചെയ്യാൻ. ഞാൻ ഇപ്പോ മോളൊരു ബിലോ ആവറേജ് ചെയ്തില്ലേ? എന്താ നിങ്ങളെ അഭിപ്രായം പറയും? ബിലോ ആവറേജ് ചെയ്തല്ലോ. അതുപോലെ ഒരു ബിലോ ആവറേജ് കീർത്തനം എന്നെ കൊണ്ട് പാടിക്ക്. ഞാൻ റെഡിയാ. കീർത്തനാണോ വേണ്ടത്? മ്യൂസിക്കിനാണല്ലോ മോള് സപ്പോർട്ട് ചെയ്യണത്. അപ്പൊ ഒരു ബിലോ ആവറേജ് കീർത്തനോ എന്തെങ്കിലും ശാസ്ത്രീയ സംഗീതം ആയിക്കോട്ടെ, എന്നെ കൊണ്ട് പാടിക്കൂ.
കീർത്തനം വേണമെന്നില്ലല്ലോ, ഏട്ടൻ ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ മതി. ഞാനിപ്പോ മോളെ കൊണ്ട് മിമിക്രി ചെയ്യിച്ചു. എന്താ പറയാ, സൺരാജ് പറയുന്നല്ലേ കേട്ട് ചെയ്യല്ലേ. മ്യൂസിക്കിനെ കുറിച്ച് പറ, മ്യൂസിക്കിന്റെ വേറെ തലങ്ങളെ കുറിച്ചിട്ട് പറ. മ്യൂസിക്കിൽ എത്ര വലിയ വലിയ ആൾക്കാരുണ്ട്. അയ്യോ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ വിഷയം നമുക്ക് കൺക്ലൂഷൻ നടത്താം. ഇപ്പൊ ഞാൻ മോളെ കൊണ്ട് മിമിക്രി ചെയ്യിച്ച മാറി എന്നെ കൊണ്ടൊരു കീർത്തനം ചെയ്യിക്കും. പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറയും. കീർത്തനൊക്കെ സാധാരണക്കാരന്റെ കലയല്ല. അങ്ങനെ ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ പറയണം. അതെന്താ പഠിച്ചവർക്ക് പറ്റില്ലല്ലോ. മിമിക്രി മോളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചു. സാധാരണക്കാരന്റെ കലയാണ്. ഒരിക്കലും ഞാൻ മിമിക്രി ചെയ്തിട്ടില്ല. മിമിക്രി ചെയ്ത കാര്യം അറിഞ്ഞിട്ട് പോലില്ല. എന്നാ ഓര് പറയട്ടെ, നസീറിന്റെ ചായ ഇല്ലാന്ന് ഓര് എവിടെയുള്ളത്? ചെയ്തു. പക്ഷെ അതെങ്ങനെ ready ആവും? അത് എങ്ങനെ ഓർക്ക് മനസ്സിലായെന്ന്. ഞാൻ അതേപോലെ എന്നെ കൊണ്ട് ചെയ്തില്ലല്ലോ. എനിക്ക് പയ്യെ എന്റെ പൊന്നോ മോളെ കൈ കൊടുക്കാൻ പോലെ റെഡിയല്ല. സാഹചര്യങ്ങളെ സമ്മർദ്ദം കൊണ്ട് ചീത്ത പറഞ്ഞ ചൂടായതൊക്കെയാണ്. ഞാൻ അത്രക്കാരനല്ല. ഇതുപോലത്തെ ഒരു ഡിബേറ്റ് ഇവിടെ ആരും ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഡിബേറ്റ് അത്രയ്ക്കും അല്ല. ഇത് ഇപ്പം സൻരാജ് പറഞ്ഞ് സൻരാജിന്റെ വഴിയിലേക്ക് എത്തിച്ചു. അതായത് കുറെ നേരത്തേക്ക് സ്വര പറഞ്ഞുകൊണ്ടിരുന്നത് പോയിന്റ് തന്നെയായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് സൻരാജിന്റെ പോയിന്റിലേക്ക് അതെ എന്നൊക്കെ ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഡിബേറ്റ് കണ്ടിട്ട് അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് ആക്ച്വലി നിങ്ങൾ എത്തിയെന്ന് തന്നെ പറയാം. ആ ഒരു നസീറിനെ ചെയ്യിപ്പിച്ചതോടുകൂടി മിമിക്രി ഒരു നാടൻ അല്ലെങ്കിൽ എന്താ പറയാ സാധാരണക്കാരുടെ കലയാണെന്നുള്ളത് സൻരാജ് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഒരാശ വെച്ച് ഞാനിവിടെ എന്നിട്ട് അത് കോളറെ പിടിച്ചപ്പോഴാണ് ടെക്നിക്ക് പിടികിട്ടിയത്. സൻരാജ് അത് ബ്രില്യന്റ് ഐഡിയ ആയി പോയി. കാരണം സൻരാജിന്റെ ഒപ്പോണന്റിനെ കൊണ്ട് എന്റെ കാര്യം ചെയ്യിപ്പിച്ച് തെളിയിച്ചു കഴിഞ്ഞു. അതവിടെ വീണു. ഞാൻ പറയാണ് സ്വരയോട് അത് ചെയ്യല്ലേ, വേറെ കാര്യം പറ, മ്യൂസിക്കിനെ കുറിച്ച് പറ. സൻരാജിന്റെ അടുത്ത് അതെ മിമിക്രി ഓക്കെയാണ്. അപ്പൊ സൻരാജ് ഉടനെ ഞാൻ പറഞ്ഞത്. എന്തായാലും നല്ല ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ആയിരുന്നു. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ തർക്കിക്കുന്നത്. എന്റെ പെണ്ണുങ്ങളോട് പോലും ഞാൻ തർക്കിച്ചിട്ടില്ല. ആകെ ഈ ഓണത്തിനൊക്കെ റിബേറ്റ് കൊടുക്കുന്ന പറയുമ്പോ അവിടെ തുണി വാങ്ങാൻ പോകാനല്ലാതെ പക്ഷെ മോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്വരലെ നല്ല സ്ട്രോങ് ആയിട്ട് ആ സൗണ്ട്, അതായത് സൻരാജിനെ പേടിപ്പിക്കുന്ന പോലെ നല്ല സൗണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ 1-2 പോയിന്റ്സും കൂടെ മുന്നോട്ട് വെക്കാൻ സ്വരലേക്ക് പറ്റുമായിരുന്നെങ്കിൽ അതെ വീണേനെ, സൻരാജിനെ വീഴിക്കാൻ പറ്റിയാന്. പക്ഷെ കുറച്ചു നേരത്തേക്ക് സ്വര പരിചയമില്ലാത്തോണ്ടായിരിക്കും അതേ ഒരു പോയിന്റിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അതാണ് പറ്റിയത്. എനിവേ സൂപ്പർ ഡിബേറ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. രണ്ടുപേരും നന്നായി ചെയ്തു. നല്ല എന്റർടൈനിങ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി നമ്മൾ എലിമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ്. രാജാസിന്റെയും മ്യൂസിക് സ്റ്റാർസിന്റെയും സെമി ഫൈനൽ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് തെരഞ്ഞെടുക്കാം ആരാണ് ഫിനാലയിലേക്ക് പോകുന്നതെന്ന്. സോ 2 ടീം മെമ്പേഴ്സിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്തായാലും 2 ഫാമിലി മെമ്പേഴ്സ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി മിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. മിയ വരൂ. യെസ്, അപ്പോ ടീം രാജാസിന്റെയും ടീം മ്യൂസിക് സ്റ്റാർസിന്റെയും റിസൾട്ട് അനൗൺസ് ചെയ്യാണ് ഇനി നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു മിയ മത്സരം? മ്യൂസിക് സ്റ്റാർസ് ഓൾറെഡി പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. അവരുടെ ഒരു സ്ട്രോങ് എലമെന്റ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മ്യൂസിക്കിലുള്ള അറിവാണ്. അവര് 4 പേരും പാടും. എക്സലൻ്റ് ആയിട്ടുള്ള സിംഗേഴ്സാണ് 4 പേരും. അത് അവർ ഓൾറെഡി തെളിയിച്ചവരാണ്. ആ ഒരു പ്രൗഢിയിലാണ് അവർ ഈ സെമി ഫൈനൽസിലേക്ക് അവർ എത്തിയത്. ടീം രാജാസ് പറയുകയാണെങ്കിൽ കുഞ്ഞു മക്കൾ ഉൾപ്പെടെ എല്ലാത്തിലും അല്ലേ അവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. റെട്രോ ആണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും ഇവർക്കും ഉണ്ട് ഈ പാട്ടിൻ്റെ ഒരു അസ്കിത ഈ ഫാമിലിക്കും ഉണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് മിമിക്രി അല്ലെങ്കിൽ ഒരു ഡ്രാമ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കും കൂടെ ഇവർക്ക് ഒരു ചായ്വുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേയിൽ ഇവരുടെ ആർട്ട്
പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ടീം രാജാസും ഒട്ടും പിന്നിലല്ല, ഒരേപോലെ എന്താ പറയാ, രണ്ട് ഫാമിലിനെ നമുക്ക് ഒരു തട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈക്വൽ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ വന്നിട്ടുള്ള ഫാമിലീസ് ആണ് രണ്ടുപേരും. ഓക്കെ, എന്തായാലും ഒരു ടീമിനെ നമുക്ക് അടുത്ത ലെവലിലോട്ട് പറഞ്ഞു വിടണം, ഫൈനലിലേക്ക് പറഞ്ഞു വിടണം. ഓക്കെ, അപ്പോ ആ കാര്യം അനൗൺസ് ചെയ്യാം അല്ലേ? ഷുവർ. നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ ഫിനാലയിലേക്ക് കടക്കാൻ പോകുന്ന ടീമിന്റെ പേര് ടീം രാജാസ്. Congratulations, Team Raja. And all the very best Team Music Stars. സെമി ഫൈനൽ വരെ നിങ്ങൾ എത്തി, ഒരുപാട് നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ചു. ഇനിയും നിങ്ങളുടെ സംഗീതപരമായിട്ടുള്ള ഈ യാത്ര വളരെ മനോഹരമായി മുന്നോട്ട് പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഒരു നല്ല സൂപ്പർ ഫാമിലിയാണ് നിങ്ങളെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ശരി, അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ ഒരു സമ്മാനം ടീം മ്യൂസിക് സ്റ്റാർസിന് കൊടുക്കാനുണ്ട്. അത് ഞാൻ എടുത്തിട്ട് വരാം. എന്താണ് നമ്മുടെ ഈ ഷോനെ കുറിച്ചിട്ട് ഇപ്പോൾ ഈ അവസരത്തിൽ ചേട്ടന് എന്താണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയല്ല വലിയ ഭാഗ്യം. എന്താ പറയുക, ഇത്രയും വർഷമായിട്ട് ഒരു ഫ്ലോർ കിട്ടിയില്ല, വർഷമായിട്ട് കിട്ടിയിട്ടില്ല. ഇല്ല. ഓ, അപ്പം ഞങ്ങൾ 4 പേരും ഇങ്ങനെ വരാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യം. ഒരുമിച്ചൊരു കൂട്ടുകായ്മയായിട്ട്. അതെ അതെ. അതിനൊരു ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ 4 പേരും പാട്ടുകാരാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾ ഹസ്ബൻഡും വൈഫും കൂടെ ആ ശോക സാധനമൊക്കെ പാടിക്കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അടിച്ചു പൊളിച്ചത്. ഈ ഫ്ലോർ നിങ്ങൾ എന്താ പറയാ കലക്കി മറിച്ചത് അത് ഇപ്പോഴും ഉണ്ടാവും. കുറെ നാളത്തേക്ക് എന്തായാലും അതിന്റെ ഓർമ്മയിലുണ്ടാവും. അങ്ങനത്തെ അടിപൊളി സാധനങ്ങള് എന്താ പറയുന്നത് ഇനിയും നമുക്ക് വേണമായിരുന്നു. ചില സമയത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും മാത്രമാണ്. എന്തായാലും നമ്മൾ സെലക്ട് ചെയ്ത ഫാമിലീസ് എല്ലാവരും സൂപ്പർബ് ആണെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാ രീതിയിലും കലാപരമായിട്ടാണെങ്കിലും അവരുടെ ഫാമിലി ബോണ്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം സൂപ്പർ ഫാമിലീസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഫിനാലയിൽ ബാക്കിയുള്ള പെർഫോമൻസ് കാണാം. സൂപ്പർ ഫാമിലിയുടെ ഈ ഒരു യാത്ര വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സോ ഫിനാലയിലേക്കുള്ള കാത്തിരിപ്പാണ് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും, ഈവൻ ഞങ്ങൾക്കും. സോ അടുത്ത എപ്പിസോഡിൽ കാണാം. പുതിയ ഫാമിലീസുമായിട്ടും അവരുടെ പുതിയ പെർഫോമൻസുമായിട്ടും പുതിയ ഡിബേറ്റുമായിട്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരും കാത്തിരിക്കൂ. Take care and bye-bye. Love from Family Wedding Center presents Super Family.